Hi friends, welcome to Garam Masala, the magic spices of cooking. എഗ് പിക്കിൾ. ഇന്ന് നമുക്ക് മുട്ട ഉപയോഗിച്ച് എങ്ങനെ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ അച്ചാറിനെ 1 മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിനു വേണ്ടി ഞാൻ 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മുട്ടയെ വേവിച്ചെടുക്കണം. മുട്ടയെ ഹാർഡ് ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. തണുത്തതിന് ശേഷം ഈ മുട്ടയുടെ ഷെല്ലെല്ലാം റിമൂവ് ചെയ്യണം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലോട്ട് നമ്മൾ വേവിച്ച് ഷെല്ലെല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനെ അടച്ചു വെച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുട്ട പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അടച്ചു വെക്കുന്നത്. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം. അടുത്തതായി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. ഇതിലെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും നല്ലത്. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ പൗഡറിൻ്റെ റോ സ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കണം. ഈ മുട്ടയെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വീതം ഉലുവ പൊടിച്ചെടുത്തത്, കടുക് പൊടിച്ചെടുത്തത് ഇവ ചേർത്ത് കൊടുക്കണം. കടുകിൻ്റെ ടേസ്റ്റ് പറ്റാത്തവർക്ക് കടുക് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയെ ഒന്ന് തിക്കാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട അച്ചാർ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ 4-5 ദിവസത്തിന് ശേഷം ഉപയോഗിക്കാം. 1 മാസത്തോളം നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. താങ്ക് യു.